Hi friends, welcome back to Hexcent Private Limited. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു ചെറിയ പ്രൊജക്റ്റ് ആണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാട്സപ്പ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പ്രൊജക്റ്റ് ആണ്. അപ്പോൾ ആ പ്രൊജക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും ഡൗട്ടുകളും കമന്റ് സെക്ഷനിൽ ചോദിക്കുക. നമ്മുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വാട്സപ്പിൽ ഒരാൾക്ക് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജ് അയക്കണം. പർട്ടിക്കുലർ ഒരു ടൈമിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജ് അയക്കണം. അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പൈത്തണിലുള്ള ഒരു ലൈബ്രറി ആവശ്യമുണ്ട്. 5 വാട്ട് കിറ്റ് എന്ന് പറയുന്ന ലൈബ്രറി. നമുക്ക് അതിനെ ഒന്ന് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ഇൻസ്റ്റാൾ 5 വാട്ട് കിറ്റ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ ഒരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യാം. 5 വാട്ട് കിറ്റ്. അതിനുശേഷം വാട്ട്സ്ആപ്പ് സെൻഡ് വാട്ട് മെസ്സേജ്. ഇതിൽ നമുക്ക് ആദ്യം പാസ് ചെയ്ത് കൊടുക്കേണ്ടത് ഫോൺ നമ്പർ ആണ്. അത് സ്ട്രിംഗ് ആയിട്ടാണ് പാസ് ചെയ്ത് കൊടുക്കുക. ഇനി കൊടുക്കേണ്ടത് എന്താണ് മെസ്സേജ് എന്നുള്ളത്, അതും സ്ട്രിംഗ് ആയിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ടൈമാണ്. അതിൽ ആദ്യം അവർ പറഞ്ഞു കൊടുക്കണം, അതിനുശേഷം മിനിറ്റ് പറഞ്ഞു കൊടുക്കണം. ഞാനിപ്പം 4:30 മണിയാവുമ്പോൾ മെസ്സേജ് പാസ് ചെയ്യണം. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു 85 സെക്കൻഡിൽ വാട്സപ്പ് ഓപ്പൺ ആയിട്ട് അതിനുശേഷം 15 സെക്കൻഡ് കഴിയുമ്പോൾ മെസ്സേജ് സെൻഡ് ആവും എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ബ്രൗസറിൽ വാട്സപ്പ് വെബിനെ ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ അത് ഓപ്പൺ ആയി വരുള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ബ്രൗസർ വാട്സപ്പ് വെബ് ഓപ്പൺ ആയിട്ടുണ്ട്. ഹലോ എന്ന് പറയുന്ന നമ്മുടെ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ 15 സെക്കൻഡിനകം സെൻഡ് ആവും എന്നാ പറയും. നമുക്ക് നോക്കാം. സെൻഡ് ആയിട്ടുണ്ട്. അപ്പം ഇതാണ് ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് വാട്സപ്പിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വരും ക്ലാസ്സിലും ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പം ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.